നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ലഭിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. മുസ്ലിം ലീഗിനെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പാർട്ടി നേതാക്കളെ വെല്ലുവിളിച്ച പൊന്നാനി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ. അവർ മറുപടി പറഞ്ഞാൽ തന്റെ ആരോപണത്തിനുള്ള തെളിവുകൾ പുറത്തുവിടുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉന്നയിച്ച വിഷയങ്ങളിൽ പരസ്യ സംവാദത്തിന് തെരഞ്ഞെടുപ്പിലെ തന്റെ എതിരാളിയെ താൻ വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം സംവാദത്തിന് തയ്യാറായില്ല. മറ്റു ലീഗ് നേതാക്കളും അതിന് തയ്യാറായില്ല. ആരോപണങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് അവർ. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ ഒരു വലിയ കേസിൽ പ്രതിയാക്കിയതിന് പിന്നിലെ ഗൂഢാലോചനയാണ് താൻ പ്രധാനമായും ഉന്നയിച്ചത്. തങ്ങളിൽ നിന്ന് പല ആനുകൂല്യങ്ങളും അനുഭവിച്ചാൽ പോലും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് കുറ്റകരമാണെന്നും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്ന് ലീഗ് MP-മാർ വിട്ടുനിന്നത് എന്തുകൊണ്ടെന്നായിരുന്നു തന്റെ മറ്റൊരു ചോദ്യമെന്നും UAPA ബില്ലും NIA ബില്ലും വോട്ടിനെത്തിയപ്പോൾ ലീഗ് അംഗങ്ങൾ എതിർത്തില്ലെന്നും ഗുരുതരമായ ഈ ബാധകങ്ങൾ ആർക്കു വേണ്ടിയായിരുന്നുവെന്നും താൻ ചോദിച്ചിരുന്നു. ഇതെല്ലാം അടക്കം 14 വിഷയങ്ങളിൽ താൻ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതിന് മറുപടി പറയാതിരിക്കുന്നത് അവർ ലീഗിനോടും സമൂഹത്തോടും ചെയ്യുന്ന വഞ്ചനയാണെന്നും KS ഹംസ പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് പോയിന്റുകൾ, എന്തുകൊണ്ടാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയി ബോംബെയിൽ തങ്ങി ഡൽഹിയിലേക്ക് പോയില്ല, ലീഗ് നേതൃത്വത്തിൽ നിന്ന് വിശദീകരണം ആവശ്യമാണ്. അത് പൊന്നാനിയിലെ മലപ്പുറത്തെ പൗരാവലി ആഗ്രഹിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു മറുപടി കിട്ടാൻ കാത്തിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് UAPAയുടെ ചർച്ച വന്നപ്പോൾ ഒളിച്ചു കളിച്ചത്? എന്തുകൊണ്ടാണ് മുത്തലാഖ് ബില്ല് വോട്ടിനിട്ട സമയത്ത് തലേ ദിവസം കേരളത്തിലേക്ക് പോന്നു, വോട്ട് ചെയ്തില്ല, കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു? എന്തുകൊണ്ടാണ് NIA ബില്ല് സഭയിൽ വോട്ടിനിട്ടപ്പോൾ എതിർത്ത് വോട്ട് ചെയ്യാതിരിക്കാനുള്ള ചേതോവികാരം? എന്തുകൊണ്ട്? NIA നിയമത്തിൻ്റെ മറവിൽ ഇന്ത്യയുടെ ജയിലറകളിൽ കിടക്കുന്നത് 90% മതന്യൂനപക്ഷങ്ങളാണ്. ആ ബില്ല് വോട്ടിനിട്ടപ്പോൾ സഭയിൽ എതിർത്ത് വോട്ട് ചെയ്യാതിരുന്ന ഗുരുതരമായ പാതകം നടത്തിയത് ആർക്ക് വേണ്ടിയായിരുന്നു? ഈ കാര്യങ്ങൾ അങ്ങനെ നിരവധിയുണ്ട്, ഞാൻ അതിലേക്ക് മുഴുവൻ കിടക്കുന്നില്ല. 14ഓളം ഇൻസിഡൻസ് ഉണ്ട്. സഭക്കകത്തും പുറത്തുമായി സംഘപരിവാര ഗവൺമെൻറ്റുമായി ലീഗിൻ്റെ നേതൃത്വം ഒത്തുകളിച്ച അവസരങ്ങൾ, 14 അവസരങ്ങൾ എണ്ണി പറയുന്നുണ്ടായിരുന്നു ഞാൻ. മറുപടിയില്ല. സ്ഥാനാർത്ഥികളെ ഒരു ഓപ്പൺ ഡിബേറ്റ്സിന് വിളിച്ചു, ഞാൻ ക്ഷണിച്ചു, വരുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ അണികളോടെങ്കിലും ഇതിന് ഉത്തരം വിശദീകരിച്ചു കൊടുക്കാൻ അവർ ബാധ്യസ്ഥരല്ലേ? ഇല്ലെങ്കിൽ സ്ഥാനാർത്ഥി വരട്ടെ, ഞാനും ഇരിക്കാം. ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് മറുപടി 14 ചോദ്യങ്ങളുണ്ട്. ഗുരുതരമായ കൃത്യവിലോപമല്ല, ഗുരുതരമായ വഞ്ചനയാണ് പാർട്ടി അണികളോടും സമൂഹത്തോടും ചെയ്തത്.